ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നുള്ളൊരു തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും സാർ? എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉഡായിപ്പ് മെത്തേഡ് ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കായിരിക്കും നിങ്ങൾ എല്ലാവരും. ഒരു ഉഡായിപ്പില്ല. പഠിക്കണീന് പഠിക്കന്നെ വേണം, അല്ലാതെ ഒന്നും ചെയ്യല്ലതാ. അല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുന്നല്ലോ, ഈ കുട്ടി ഇങ്ങനെ മോങ്ങുന്ന പോലെ ഇങ്ങനെ മോങ്ങേണ്ടി വരും, ഇങ്ങനെ കരയേണ്ടി വരും. അപ്പോൾ വേഗത്തിൽ എന്ത് ചെയ്യാന്ന് പറയുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓൾറെഡി നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ നിങ്ങളെ സ്കൂളുകളിലൊക്കെ എന്ത് കഴിഞ്ഞിട്ടുണ്ടാവും, 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആകെ നമുക്ക് ഓണത്തിന് നാല് ചാപ്റ്ററേ ഉള്ളൂ, ക്രിസ്മസിന് 4 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ 2 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഓണത്തിന് പഠിച്ചു. അത് പഠിക്കാത്ത കുറേ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും, അവർ കുടുങ്ങി. ഓക്കെ, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. നോ ടെൻഷൻ, നോ പേടി, ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കും. പിന്നെ എന്തിനാമത്തെ ഇറക്കൽ ജീവിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, പിന്നുള്ള 2 ചാപ്റ്റർ ഉണ്ട്, അതായത് 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും. അതിൽ 3rd ചാപ്റ്ററിൻ്റെ ലൈവ് ഇപ്പോൾ ഓൾറെഡി പബ്ലിക് ലൈവ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. നമ്മളെ പ്രിറ്റി മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ 3rd ചാപ്റ്റർ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണണം. കാരണം 3rd ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, പിന്നെ ഒരു 15 മാർക്ക് ബാക്കി 4th ചാപ്റ്റർ ഒന്നും ചോദിക്കും. അപ്പോൾ 30 മാർക്കല്ലോ. പിന്നെ 10 മാർക്കിന് ഫസ്റ്റ് 2 ചാപ്റ്റർ ഒന്നും ചോദിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും ആണ്. 3rd ചാപ്റ്റർ ഭയങ്കര സീന് ചാപ്റ്റർ ആണ്. അതിൽ റെസ്പിറേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് കടുകട്ടി സാധനങ്ങളാണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ഒക്കെ രസകരമായിട്ട് പഠിക്കാം. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ പ്രിറ്റി മിസ്സിനൊക്കെ മെസ്സേജ് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം. ഇനി 4th ചാപ്റ്റർ ഉണ്ട്. 4th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ മൂവ്മെന്റ്, അല്ലെങ്കിൽ ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. സംഭവം ഒരു ഡ്രൈ ടോപ്പിക് ആണെങ്കിലും ഇത് രസകരമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. കാരണം ഇതിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഓട്ടം, ചാട്ടം, മസിൽസ്, മൂവ്മെന്റ്, ബോൺസ്, എല്ല്, തലയിൽ എത്ര എല്ലുണ്ട്, കയ്യിൽ എത്ര എല്ലുണ്ട്, കാലിൽ എത്ര എല്ലുണ്ട്, ബാക്കിൽ എത്ര എല്ലുണ്ട്, നെഞ്ചിൽ എത്ര എല്ലുണ്ട്, അങ്ങനെയുള്ള ഓരോ രസകരമായുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഡൈവേഴ്സിറ്റി ഇൻ മൂവ്മെന്റ്, ചലന വൈവിധ്യം. അതായത് ലോകത്തിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ചലനങ്ങളുണ്ട്, പല ടൈപ്പ് ഓഫ് ചലനങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയുമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മസിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മസിൽസ് ആണുള്ളത്. പിന്നെ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മൾ അസ്ഥികൂടം, നിങ്ങളെ സ്കൂളിൽ അസ്ഥികൂടൊക്കെ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ സയൻസ് ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അസ്ഥികൂടം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അസ്ഥികൂടത്തിൽ ഇഷ്ടംപോലെ എല്ലുകൾ ഉണ്ടാവും. ടോട്ടൽ 206 എല്ലുണ്ട് ഒരാൾക്ക്. അതിൽ ഏതൊക്കെ എല്ല് എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക്, പല ടൈപ്പ് ഓഫ് അസ്ഥികൂടങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൂടം പോലെയാണ്, ഒരു ഞണ്ടിൻ്റെ അസ്ഥികൂടം അല്ല, ഒരു ചെമ്മീൻ്റെ അസ്ഥികൂടം അതേപോലെയാണ് അല്ല. ഡിഫറെൻറ്റ് എന്തൊക്കെ ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മസിൽസ് ആൻഡ് എക്സസൈസ്, പേശികളും വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ബോൺസ്, എല്ലുകൾ, പിന്നെ അതുപോലെ തന്നെ മസിൽ ഡിസോർഡേഴ്സ് മീൻസ് പേശി തകരാറുകൾ. നമ്മളെ പേശികൾക്കും മസിൽസിനും എല്ലുകൾക്കൊക്കെ സംഭവിക്കുന്ന കുറച്ച് തകരാറുകളൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ബോൺസ് ആൻഡ് എവല്യൂഷൻ, അസ്ഥികളും പരിണാമവും എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്, വളരെ സിമ്പിളാണ്. അത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് വൺ പ്ലാൻ മൂവ്മെന്റ്സ്, സസ്യചലനങ്ങൾ. മനുഷ്യന്മാർ മാത്രമാണോ ചലിക്കുന്നത്? അല്ല, സസ്യങ്ങളും ചലിക്കാറില്ലേ, ജന്തുക്കൾ ചലിക്കാറുണ്ട്. അപ്പോൾ സസ്യങ്ങളുടെ ചലനത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തെങ്ങ്, ചില തെങ്ങുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, വളഞ്ഞു പോകുന്ന തെങ്ങുകൾ. വളഞ്ഞു പോയിട്ടുള്ള ചില തെങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ വളഞ്ഞു പോകുന്നത്? കാരണം ലൈറ്റ് അവിടെ കയറും. അപ്പോൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ തെങ്ങ് അങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ടൈപ്പ് ഓഫ് ചലനമാണ്. പിന്നെ ചില തെങ്ങിൻ്റെ വേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അപ്പുറത്തു നിന്നൊക്കെ വേര് കിട്ടും. നമ്മൾ ചില തെങ്ങോ അല്ലെങ്കിൽ ചില മരങ്ങളൊക്കെ നമ്മളിങ്ങനെ പിഴുതെടുക്കുമ്പോൾ അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി മാറ്റി അങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ കുറേ അപ്പുറത്തുണ്ടാവും, 2 കിലോമീറ്ററൊക്കെ അപ്പുറത്തുണ്ടാവും. അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അപ്പുറത്തുണ്ടാവും. അങ്ങനെ വേര് അങ്ങോട്ടെത്തി, അവിടേക്കാളും ചിലപ്പോൾ വാട്ടർ ഉണ്ടാവുക, അതുകൊണ്ട് വേര് അതുവരെ പോയി. അതൊരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ്. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റുകൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾക്ക് വരുന്ന ബുധനാഴ്ച അതോ ചൊവ്വാഴ്ചയാണോ? ബുധനാഴ്ച ഐ തിങ്ക്. ഓക്കെ, വരുന്ന ബുധനാഴ്ച നമുക്ക് എന്തുണ്ട്, ഒരു ലൈവ് ഉണ്ട്, ഒരു പബ്ലിക് ലൈവ്. ആ ഒരു ലൈവിൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. അത് പാർട്ട് 1 ലൈവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ലൈവ് ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ അടിമുടി സെറ്റാക്കിയിട്ട് A to Z ഫ്രം റൂട്ട് ടു അപ്പെക്സ് എന്നുള്ള രീതിയിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വരിക. പിന്നെ വെറുതെ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, വെറുതെ ചുമ്മാ ഒന്ന് മറിച്ച് നോക്കുക എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ലൈവിൽ സെറ്റാക്കാം. സോ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാം നമുക്ക് തകർക്കണം, പൊളിക്കണം, തിമിർക്കണം. ഓക്കെ, ബയോളജിയിൽ 40 വേണ്ടല്ല, അഹങ്കാരാവില്ലേ, 40-ൽ 35 മുകളിലേക്ക് വേണം. അതായത് A+ കരസ്ഥമാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ 40 കിട്ടിയെന്ന് എഴുതിയിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് ടോപ്പ്. ഓക്കെ, അപ്പോൾ 40-ൽ 35+ നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം A+ സ്വപ്നം കണ്ടാൽ നമുക്ക് A എങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, A+ സ്വപ്നം കണ്ടിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വന്തം അറക്കൽ.